ഓക്കെ, അപ്പോൾ ഇതാണ് ഓഷോയുടെ സാധാരണ ദിവസം. പക്ഷേ ദിസ് ഈസ് ഓഷോ ഇൻ എ കാർ ഷോ ദിവസം. നമ്മളിന്ന് കാർ സെറ്റ് കിങ് എന്ന് പറഞ്ഞ ഇവന്റ് കാണാൻ പോവുകയാണ്. ഇത് ബേസിക്കലി വൺസ് ഇൻ എ ഇയർ ഓഷോയില് എല്ലാ കാർ ക്ലബും വിൻറ്റേജ് കാർ ക്ലബും കൂടെ നടത്തുന്ന ഒരു ഓട്ടോ ഷോ ആണ്. ഡൗൺ ടൗൺ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് ഇന്ന് 3 to 9 ആണ് ഓട്ടോ ഷോ നടക്കുന്നത്. ഈ സംഭവം എന്ന് വെച്ചാൽ ഓഷോ അറിയപ്പെടുന്നത് തന്നെ ദ മോട്ടോർ സിറ്റി ഓഫ് കാനഡ എന്നാണ്. മോട്ടോർ സിറ്റി ഓഫ് കാനഡയാണ് ഓഷോ അറിയപ്പെടുന്നത്. കാരണം പഴയ GMന്റെ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നതോടുകൂടി ഒരുപാട് പേര് കാർ ഓൺ ചെയ്തിട്ടുണ്ട്. അവർ പലരും ഓൺ ചെയ്ത കാർ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരുപാട് ക്ലബ്സ് ഓഷോയ്ക്കുണ്ട്. ഒരുപാട് ബൈക്കേഴ്സിൻ്റെ ഗണ്ണേഴ്സിൻ്റെ ക്ലബ്സ് ബൈക്കേഴ്സ് ക്ലബ് ഓഷോയ്ക്കുണ്ട്. ഗണ്ണേഴ്സ് അവർ വരുന്ന ബാറായിരുന്നത് ഇതുണ്ട്. ഹെൽസ് ഏഞ്ചല് അങ്ങനത്തെ അവരില്ലേ, അവർക്ക് അതിൻ്റെ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട് ഓഷോയിൽ. സോ ഇവരെല്ലാം കൂടെ വൺസ് ഇൻ ഇയർ കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഷോയാണിത്. സോ നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പരിപാടിക്ക് പോകാൻ നടന്നിട്ടില്ല. അപ്പോൾ ഇത്തവണ നമ്മൾ ഈവനിങ് ഷിഫ്റ്റൊക്കെ എടുത്ത് ഇതിനു വേണ്ടി തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. ഇതാണ് നമ്മുടെ മെയിൻ ഡൗൺ ടൗൺ. ഇവിടെ മെയിൻ റോഡ് തന്നെ മെയിൻ ഡൗൺ ടൗൺ ആണ് ഒരു ഈ പരിപാടിക്ക് വേണ്ടി ലോക്ക് ചെയ്ത് വെച്ചേക്കണത്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിൻ്റെ സൈലൻസർ ഉണ്ടോ? ഇതിൽ കൂടെ ഇങ്ങനെ ഒന്നും പിന്നെ ഇവിടെ ഇതിൽ കൂടെ ഇങ്ങനെ ഒന്നും അതാണ് ഈ കാണുന്ന സൈലൻസർ. ഒന്നും കാണുന്നില്ല, അടിയിൽ പോയി. ഇതേ സൈലൻസർ ഇതാണ് ഗൈസ്. ഇതെന്തോ പരിപാടി നടക്കുന്നുണ്ട് കേട്ടാ. എന്താ നമുക്ക് നോക്കാം. There's too many potholes on this street. Thank you. Yeah. Oh my god. Oh my god. Good. എനിക്ക് തോന്നുന്നു ആളിനെ ഡ്രം ചെയ്യും. Nothing like you guys are sticky bandits. Throw it up. You guys are good. Thank you so much. We got another 2 minutes left. Okay. Nice. Give it up for these guys. Woo! They're my management team. Okay. Kids, just move back a few more steps. Okay? There's a big fly around earlier. Woo! Woo! Hey guys, very important, kids. Very important. Do not try this at home, okay? Do it at school, that's right. Impress your friends. Here we go. So please clap together. I hope this works. അപ്പോൾ ഇതാണ് ഇപ്പം പറഞ്ഞ കനേഡിയൻ ഓട്ടോമോട്ടീവ് മ്യൂസിയം. ഫ്രീ അഡ്മിഷൻ ചെല്. സാധാരണ ഇതാണ് കേട്ടോ ഇതിൻ്റെ പൈസയൊക്കെ പറഞ്ഞാൽ. പക്ഷേ ഇന്ന് ഈ ഓട്ടോ ഷോ നടക്കുന്നു. പിടിച്ചിട്ടാനാ മച്ചീനെ. അപ്പോൾ ഈ സാധനം എപ്പോഴും ഇവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ എൻട്രി ഫീസ് കൊടുത്ത് കാരണം ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ട്, മാപ്പിൽ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഇതെന്താ ഗ്യാസ്
ഓ ഇത് വെച്ചാണ് നിറച്ചുകൊണ്ടിരുന്നത്. അതാണ് ഗ്യാസ് എന്ന് പറയണേ. പഴയ പൈസ ആയിരിക്കും. ഇത് ഹോണ്ടേൻ്റെ പഴയ ഒരു 66. നൈസ്. പഴയ ബ്രോഷേഴ്സ് അല്ലേ? ദ ന്യൂ ഷെവർലെ. അന്നത്തെ പുതിയ കാറ് നോക്കി ഇങ്ങനെയായിരുന്നു. 1980 മേടിക്കുമ്പോൾ പുത്തനായിരുന്നു. ഊഫ്, ഇതൊക്കെ മിൻ കണ്ടീഷനിൽ അവർ സൂക്ഷിച്ചേക്കണേ, നന്നായിട്ട് നശിപ്പിക്കേണ്ട. ഊഫ്. So these are all duplicates from our collection. Oh. They're extra. So you're more into, you know, like posters. Well, this is a poster. Are you interested in like this? It turns. Some of them actually turn into posters. Oh, that's nice. Yeah, that's a nice one, isn't it? Very 80s. So there's others like that. അമ്മച്ചി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് റെപ്ലിക്കല്ലേ? ഇവരിത് സേവ് ചെയ്തേക്കുന്നതാണ്. സമയത്തോടെ സേവ് ചെയ്ത് ഇവർ കട്ട് ചെയ്തിട്ട് അതിപ്പം ഒരു ഇൻസ്റ്റൻസ് ഒരു സാധനം കാണിച്ചു തരാം. എൻ്റെ മോനെ ഡിസ്പ്ലേ വെച്ചേക്കുന്നല്ലേ? അവിടെ കാർസിൻ്റെ ഒരു മോഡൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാം. പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും കിള്ളായിട്ടുണ്ട്. ഇവിടെ നമ്മൾ പുറത്ത് കണ്ടതിനെക്കാട്ടും കുറച്ചും കൂടി പഴയ കാറുകളാണ് ഇതിനകത്തുള്ളത്. ഇത് മ്യൂസിയം. അത് നോക്ക് നീ. ഓ, അതിൻ്റെ ഒക്കെ വലിപ്പം നോക്ക് നീ. ഓ യെസ്, നോക്ക്. അതെ, പണ്ടത്തെ റോൾസ് റോയ്സിൻ്റെ ഒരു വലിപ്പം നോക്കിയേ. ബേസിക്കലി ഇവരെല്ലാം ഇത് വാങ്ങിക്കഴിഞ്ഞിട്ട് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. 1940 മുതൽ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇവർക്ക് ഇതിൻ്റെ ഷാസിയും ബോഡി മാത്രമേ കിട്ടത്തുള്ളൂ. നമ്മളിത് ഫുൾ വണ്ടി കസ്റ്റമൈസ് ചെയ്യണമായിരുന്നു 1914 ഔട്ട് ഓഫ് 50. അപ്പം എനിക്ക് തോന്നണേ ഇപ്പം റോൾസ് റോയ്സ് മേടിക്കുന്നത് കുറച്ചും കൂടി കമ്പനിയിൽ നമുക്ക് എന്താ വേണ്ട അങ്ങനെ പറഞ്ഞാൽ അവർ കാർ ഉണ്ടാക്കി തരും. ആ, നമ്മൾ പണ്ട് ഇത് മാത്രം കിട്ടുള്ളൂ, ബാക്കി നമ്മൾ പണിയണം നമുക്ക് ഇഷ്ടമുള്ള പോലെ. പണ്ടത്തെ റോൾസ് റോയ്സിൻ്റെ വലിപ്പം നോക്ക്. ഇത്രേ ഉള്ളൂ എൻ്റെ കൈ. ഇതങ്ങറ്റം വരെ. ഇത് സാധാരണ കാർ എനിക്ക് തോന്നുന്നു നാട്ടിലത്തെ ഒരു നോർമൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ള CX-30 ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ, അല്ലേ? ഇത്രയും നീളം എക്സ്ട്രാ ഉണ്ട്. ഇത് നമ്മുടെ ഒരു നാട്ടിലൊരു ട്രാവലറിന് നീട്ടുമല്ലേ? ഓ യെസ്. ഇതെനിക്ക് തോന്നുന്നു സ്പെയർ ആയിരിക്കും അല്ലേ? സ്പെയർ ഇവിടെയാണ് ഇങ്ങനെ വെച്ചത്. ഇത് നോക്ക്, ബുഗാട്ടിൻ്റെ പഴയ ഒരു അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ എഴുതിയിട്ടുണ്ട്. നോക്കട്ടെ. 1928 ബുഗാട്ടി ടൈപ്പ് 37. പണ്ട് യുദ്ധത്തിനൊക്കെ പട്ടാളക്കാരയിൽ ഉണ്ടായ പോലത്തെ ഒരു വണ്ടിയാണ് കേട്ടത്. മുകളിൽ വന്നപ്പോൾ കുറച്ചുകൂടി എക്സോട്ടിക് ആയിട്ടുള്ള കാറുകൾ. ഇത് ഇതൊക്കെ ഏത് പഴയ ഏതോ കിടിലൻ ബ്രാൻഡാണ്, എനിക്കറിയൂല. പണ്ടത്തെ രാജാക്കന്മാരും കോടീശ്വരന്മാരും പ്രമാണികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളാണ് സുഹൃത്തുക്കളത്. 1930 മാർക്കറ്റ്. ഇവിടെ നോക്കിയാലും കൊള്ളാം, അടിപൊളി കാറുകളാണ്. ഇത് മക്കായ അതാണ് അതിൻ്റെ പേര്. ഇവിടെ ഭയങ്കര ഇതൊരു പഴയ വണ്ടി, റെക്കായി കിടക്കുന്നൊരു വണ്ടി കേട്ടോ. ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിൻ്റെ. ഇത് രാജാവിൻ്റെ പിള്ളേരൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നൊരു കുഞ്ഞു വണ്ടിയാണെന്ന് തോന്നുന്നു അല്ലേ?